പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് ഇക്വിറ്റസിലാണ്, പെറുവിലാണ്. ഇവിടുന്ന് ആമസോൺ ജംഗിളിലേക്ക് പോവാണ്. അപ്പോ എന്റെ ഫ്രണ്ട് കേറ്റ് ആകെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അവള് ഇന്ന് നൈറ്റ് യു ആർ ഫ്ലൈയിങ് ടു ലിമ ടു നൈറ്റ്, so I'm gonna miss you. നമ്മളിപ്പോ കുറെ ദിവസമായിട്ട് ഒരു 4 ദിവസമായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അവള് ഫ്ലൈറ്റ് എടുത്ത് ഈ ലിമയ്ക്ക് പോവാണ്. ഞാൻ 28-ാം തീയതി പോകുന്നത്. ഞാൻ 3 ദിവസം എന്തായാലും ഫോറസ്റ്റിൽ ജംഗിളിലാണ് പോകുന്നത്. ഐ എം ഗോയിങ് ടു ദ ജംഗിൾ ഫോർ like 3 days. We just want that. Yeah. You have come there. You have to. But you are going. You don't have time. Okay, it's okay. Maybe later. But Lima. Yeah, Lima again. നമ്മൾ ഇനി ലിമയെന്ന് വീണ്ടും കാണുന്നു വിചാരിക്കാം. എനിക്ക് വിശക്കുന്നു, I'm hungry. So നമുക്ക് അവിടെ ഒരു അവക്കാഡോ കിട്ടിയിട്ടുണ്ട്. Hi, how are you? What's your name? Sergio. What? Sergio. Yes. Okay, thank you so much. You're welcome. Okay, ഇവിടെ ഒരു അവക്കാഡോ നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഞാൻ വിശക്കണെന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ തന്നതാണ് കേട്ടോ. ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ, മുഖം ഒന്നും കഴുകിയിട്ടില്ല. അങ്ങനെ ഉറക്കത്തിന് എണീച്ച് വന്നൊരു ഇതിലാണുള്ളത്. ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം, പ്ലാൻ എല്ലാം പെട്ടെന്ന് ഒറ്റയടിക്കാണ് മാറിയത്. എനിക്ക് ഈവൻ ഡ്രസ്സ് പോലും ഒന്ന് ചേഞ്ച് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മളിവിടെ ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രം ഹിയർ വി നീഡ് ടു ടേക്ക് എ ബോട്ട്, റൈറ്റ്? Yeah. We need breakfast. You slept well. We need to eat. I'm sleepy. 2 മണിക്കൂർ ഉണ്ടായിരുന്നു. അവള് നല്ല ഉറക്കമെല്ലാം ഉറങ്ങി. പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. എനിക്ക് ഉറക്കം ഇങ്ങനെ വരുന്നുണ്ടായി. പക്ഷെ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇനി നമ്മൾ ബോട്ട് എടുത്തിട്ട് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്കെല്ലാം പോകണം. ബോട്ടിൻ്റെ അവിടേക്ക് ഇങ്ങനെ ജസ്റ്റ് നടന്നാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി ചെറിയ ബാർബർ ഷോപ്പും ചെറിയ ഓരോ ഷോപ്പെല്ലാം കാണുന്നുണ്ട്. മൊബൈൽ ഷോപ്പ് എല്ലാം. അയ്യോ, എനിക്ക് സിം എടുക്കണമായിരുന്നു. പക്ഷെ ഇവരെല്ലാം പെട്ടെന്ന് നടന്ന് പോവാണല്ലോ. ടൈം എടുക്കൂല എടുക്കാൻ. അത് ആലോചിക്കുന്നത്. ഇവിടെ നോക്ക്, മാർക്കറ്റിൽ കുറേ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും സ്വീറ്റ്സ് എല്ലാം വിൽക്കാൻ വെച്ചിട്ട് ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഞാൻ മേടിച്ചിട്ടുള്ളത്. വേറെ എന്താ ചെയ്യുക, അത് കുറച്ചായിട്ട് അവർ തരില്ല. കുറേ ഐറ്റം മേടിച്ചിട്ടുള്ളത്. അവളെന്താ മേടിച്ച്? സ്വീറ്റ് ആയിട്ടുള്ള എന്തോ ദുൽസേ. ഓക്കെ, ദുൽസൻ്റെ ഡൊണറ്റും എന്തോ ഒരു ബ്രെഡും ആണുള്ളത്. പിന്നെ അതാ പാമ്പിൻ്റെ കുരു കളഞ്ഞു വെച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത സാധനമുണ്ട്. കുറേ ഡ്രിങ്ക്സ് കാണുന്നുണ്ട്. സിം എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷെ എത്ര ടൈം അവർ തരും എന്താണെന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അതാണ് ഞാൻ നോക്കുന്നത്. നമ്മളിതാ ആമസോൺ റിവറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്കൊണ്ട് ഇനി കുറച്ച് ദൂരം എല്ലാം പോകാനുണ്ട്. ജസ്റ്റ് ഇതാ ബാലൻസ് ചെയ്ത് അപ്പുറം ഇപ്പുറമായിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാവരും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. ഹായ് എവ്രിവൺ. ഹായ്. എല്ലാവരും വേറെ സ്ഥലത്ത് നിന്നുള്ളവരാണ്. ഇപ്പോൾ ഇതിൽ കൂടുതൽ ആൾക്കാരുള്ളത് 2 ഡേയ്സും 2 നൈറ്റും 3 ഡേയ്സ് ഉള്ളവരാണ്. പിന്നെ അവൾ മാത്രമാണ് എനിക്ക് 1 ഡേ മാത്രമായിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഇങ്ങനെ ഡീപ്പ് ജംഗിളിലേക്ക് പോകുന്നു. അവൾ ഇന്ന് തന്നെ തിരിച്ചു വന്നിട്ട് ഫ്ലൈറ്റിൽ പോകുന്നതായിരിക്കും. അപ്പോൾ അതാ നല്ല കാറ്റെല്ലാം വീശുന്നുണ്ട്. ഇത്ര നേരം നല്ല ചൂടായിരുന്നു. ഇപ്പോൾ കുറച്ച് സമാധാനമുണ്ട്. നല്ല കാറ്റെല്ലാം വീശുന്ന സമയത്ത്. ഞാനിപ്പോൾ ഡ്രസ്സെല്ലാം ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇത്ര നേരം മറ്റേ ഫുൾ പാൻറ്റെല്ലാം ഇട്ടിട്ട് ഭയങ്കര ചൂടായിരുന്നു. എൻ്റെ മുഖം തന്നെ ഒന്ന് കഴുകാൻ എനിക്ക് ടൈം കിട്ടിയില്ല. പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി കുറച്ച് ഫുഡ് മേടിച്ച് അങ്ങനെ കുറേ നേരമായിട്ട് ബോട്ടിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഡോൾഫിനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം കാണുന്നില്ല കേട്ടോ. ബോട്ട് നിർത്തിയപ്പോൾ ഇത്ര നേരം കാണുന്നുണ്ടായിരുന്നു അത് ചാടുന്നത്. ഇപ്പം ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. ഡോൾഫിൻസ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാടി മറിയും. അപ്പോൾ സൂക്ഷിച്ച് നോക്കിയാലാണ് കാണാൻ പറ്റുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് മാറി ഓരോരോ സ്ഥലത്തായിരിക്കും ചാടുന്നത്. പക്ഷെ നല്ല രസമാണ് കാണാൻ. കുറേ നേരമായിട്ട് നമ്മൾ ബോട്ടിൽ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. എവിടെ എത്തിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം എന്തായെന്നറിയോ? സമയം 1:45 ആയിട്ടുണ്ട്. അടുത്ത ആമസോൺ റിവറിന് യുക്കാലി എന്ന് പറഞ്ഞിട്ടുള്ള റിവറിലേക്കാണ് എൻട്രി ചെയ്തിട്ടുള്ളത്. വീണ്ടും ഡീപ്പ് ഫോറസ്റ്റിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ സ്ലോയിലാണ് പോകുന്നത് ഈ ബോട്ടിൽ. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുക്കുന്നത്. കണ്ടില്ല, ഇപ്പൊ ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ? ഇവിടെയൊക്കെ താമസിക്കുന്ന കൂടുതലും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത്. അവിടുത്തെ വീടുകളൊക്കെ നോക്ക്, കൂടുതൽ ഇങ്ങനെ ഓല മേഞ്ഞ വീടുകളൊക്കെയാണ്. ഹൗ മെനി ടൈം? 20 minutes. 25 minutes. See.
ഇനി ഒരു 25 മിനിറ്റും കൂടെ ഉണ്ട് നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ. അവിടെ എത്തുമ്പോൾ തന്നെ ഫുഡ് കഴിക്കാനാവും, ഫുഡ് ഇൻക്ലൂഡ് ആയിരിക്കും. ഇവിടെ എൻട്രി ചെയ്യുന്നതിന് പൈസ കൊടുക്കണം, അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആള് പോയിരിക്കുകയാണ്. പുവർത്തോ മിഗേൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണുള്ളത്. ഇവിടെ കണ്ടില്ലേ, എല്ലാം ഇൻഡിജിനസ് പീപ്പിൾ താമസിക്കുന്ന വീടുകളൊക്കെയാണ് കാണുന്നത്. നമ്മൾ കാട്ടിലേക്ക് പോവുകയാണെങ്കിലും നമ്മൾ അവരുടെ സ്ഥലമായതുകൊണ്ട് നമ്മൾ പൈസ എല്ലാം കൊടുക്കണം. ഇവിടെ എല്ലാം ലോക്കൽ ബോട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ചേച്ചി നോക്ക്, അവിടെ ആ ബോട്ടിലിരുന്നാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ടാ, അവിടെ തന്നെ ഇരുന്ന് ആ തോണിയിലിരുന്നാണ്, ഇവർക്കെല്ലാം തോണിയാണ്, തോണിയിലിരുന്ന് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ടോ ഓരോ വീടെല്ലാം, ഇവിടെ എല്ലാം നെറ്റ്വർക്കും ഇലക്ട്രിസിറ്റിയും ഒന്നും ഇല്ലാണ്ടാണ് ഇവർ താമസിക്കുന്നുണ്ടാവുക. നമുക്ക് ഇവിടെ എല്ലാം ചിലപ്പോൾ എല്ലാം ടൂറിസ്റ്റ് എല്ലാം വന്നിങ്ങനെ താമസിക്കും. ഇങ്ങനെ ഹോം സ്റ്റേ പോലെയെല്ലാം ഇവർ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ നിന്ന് നെറ്റ്വർക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഇന്ന് ഇവിടേക്ക് പോകുന്നില്ല. അവിടെ പോയാലും അവിടെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. ഇലക്ട്രിസിറ്റി മേ ബി സോളാർ എല്ലാം ഒരു 3 മണിക്കൂറെല്ലാം കിട്ടും. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. 3 മണിക്കൂർ മാത്രമാണ് ഒരു ദിവസം ഒരാൾക്ക് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഒരുപാട് സ്കാമുകളുണ്ട്. നല്ല പോലെ സൂക്ഷിച്ചു വന്നില്ലെങ്കിൽ നല്ല പോലെ പണി കിട്ടും, സീരിയസ്ലി. കാരണം എന്താ അറിയോ, അവൾക്ക് ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളിവിടെ ബോട്ടിൽ മണിക്കൂർ കണക്കിന് ഇരുന്നിട്ട് ഇവിടെ എത്തിയിട്ട് അവൾ ഫുഡ് പോലും കഴിച്ചില്ല. അറ്റ്ലീസ്റ്റ് യു ക്യാൻ ഹാവ് ഫുഡ്, യു ഡിഡിൻ. അവള് ദേഷ്യത്തിലാണ്, അതുകൊണ്ട് അവള് ഫുഡ് പോലും കഴിച്ചില്ല. അപ്പൊ അവളിനി തിരിച്ച് ഈ ബോട്ടിൽ തന്നെ പോവാണ്. നമ്മളിവിടെ സ്റ്റേ ചെയ്യും. ഇനി എനിക്ക് 2 നൈറ്റും 3 ഡേയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്റ്റേ ചെയ്യും. പക്ഷെ ഇവള് ഒരു ദിവസത്തിനാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിൽ അത് കാണാൻ പറ്റും ഇത് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. ജസ്റ്റ് ഇവിടെ വരെ വന്ന് ഫുഡ് കഴിച്ചാൽ മാത്രമേ ഉള്ളൂ. ഫുഡ് കഴിച്ചില്ല അവള്. അതുകൊണ്ട് ഫുഡ് പോലും കഴിക്കാണ്ട് അവൾ ജസ്റ്റ് ഇതാ കയറി പോകാൻ വേണ്ടി പോവാണ്. നമ്മളെന്തായാലും ഇനി ലിമേന്ന് മീറ്റ് ചെയ്യും. അവിടെ പോകുന്ന സമയത്ത് എനിക്ക് ആകെ വിഷമാവുന്നു, അവൾക്കും വിഷമാവുന്നു, എനിക്കും വിഷമാവുന്നു. ഭയങ്കര വെൽക്കം. ഞാൻ അവളുടെ ബാഗ് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ബാഗ് കൊടുത്തിട്ട് തിരിച്ച് കയറണം. എനിക്ക് ആകെ ഇത്, അവൾ ഫുഡെങ്കിലും കഴിച്ചായിരുന്നെങ്കിൽ, ഫുഡ് കഴിച്ചു എന്നെങ്കിൽ ഓർത്തിട്ട് എനിക്ക് സമാധാനിക്കായിരുന്നു. പക്ഷെ അവളൊന്നും ചെയ്തില്ല. യു ഗോ ദെയർ ആൻഡ് ആസ്ക് യുവർ മണി ബാക്ക്. They cheat. So one day is like completely scam. I'm saying in the video, right? Yeah. If somebody want to do it in the one day, not possible. Amazon lo oru ദിവസം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. Just somebody can spend in the boat, right? But we already spent 4 days in the boat. Oh wait. I'm going. Wait. I'm going. I'm going there. I'm going. Okay, bye. I feel very sad. Okay, just drop there. Tell them to drop me there. Hey, drop me there. Hey, hola, drop me there. നോക്ക്, ഇവരെന്താ ഒരു സെക്കൻഡ് അവർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അവള് ഫുഡ് കഴിക്കായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് ഫുഡ് കഴിക്കാൻ എടുക്കൂലായിരുന്ന. നോക്ക്, എന്നെ എടുത്തിട്ട് അവര് പോവാ. Text me, okay? Oi, when I call you, okay? Yeah, in the Lima. എന്ത് കഷ്ടാ നോക്ക്, ലിമയിൽ എത്തിയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. ഓ, വല്ലാത്ത കഷ്ടം കേട്ടോ. ഒരു ദിവസത്തിന് വന്നിട്ട് ഇങ്ങനെ സ്കാം, തേങ്ങ. ഓ, അവരെന്നെ എടുത്തിട്ട് പോയേനെ ഇപ്പോ. ഓക്കെ, no, bye, love you, bye, miss you, bye. എനിക്ക് ആകെ വിഷമാവുന്നു. Yeah, it's there. Yeah, എനിക്ക് ആകെ വിഷമാവുന്നു. കാരണം അവൾ എൻ്റെ കൂടെ 4 ദിവസം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ ആണെങ്കിലും ഞാൻ അവിടെ കൗച്ച് സർഫറുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചു. എനിക്ക് അറിയ പോലും ഇല്ല, ലൈക്ക് പുറത്തൊരാളെ, ഞാൻ അറിയാത്തൊരാളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പോകുമ്പോൾ വരെ ഞാൻ അവളെ വിളിച്ച്. എന്നിട്ട് അവൾ പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ. ഭയങ്കര വിഷമമായി. എനിക്ക് ഭയങ്കര എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ട് അവൾ പോകുന്ന കണ്ടിട്ട്. എനിക്ക് എന്താ, എൻ്റെ മനസ്സെല്ലാം എനിക്ക് ആകെ ബുദ്ധിമുട്ടാവുന്നു.
എന്തായാലും ലിമേന്ന് കാണുന്നറിയാം. എന്നാലും എല്ലാം കൊണ്ടും അവൾ ഫുഡ് കഴിച്ചില്ല, എല്ലാം കൊണ്ട് സ്കാം ആയതുകൊണ്ട് എനിക്ക് ആകെ ഇത്ര വിഷമാവുന്നു. ഇവിടെ അതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. റൈസും ഡാലും ചിക്കനും സാലഡും ആണുള്ളത്. ഞാൻ ഇവരുടെ കൂടെയാണ് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഇസ്രായേലും 1 ഫ്രാൻസും. ഞാൻ കളിയിൽ ജയിച്ചു, ഐ ആം ദ വിന്നർ. സോ ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അവർ കാർഡ്സ് കണ്ടിന്യൂ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കളിക്കാൻ എനിക്ക് നേരം പോലെ അറിയ പോലും ഇല്ല, എന്നാലും ഞാൻ ജയിച്ചിട്ടുണ്ട്. സോ ഞാൻ കഴിക്കാൻ പോകുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഫിഷിങ്ങിനും അങ്ങനെ ഓരോ ഏരിയയിലേക്ക് ഓരോന്നിനും പോവാണ്. ഞങ്ങളുടെ ഗ്രൂപ്പ് ഫിഷിങ്ങിനല്ല പോകുന്നതെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പ് എന്തൊക്കെയോ മങ്കി അനിമൽസ് എന്തൊക്കെയോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അവരെ ഗ്രൂപ്പ് വേറെ എന്തിനോ പോകുന്നു. ഓരോ ഗ്രൂപ്പും ഓരോ പോലെയാണ് പോകുന്നത്. സോ നമ്മളെ ഗ്രൂപ്പിന്റെ പേരാണ് അനക്കോണ്ട. അനക്കോണ്ട കാണുമെന്ന് അറിയില്ല, കണ്ടാ മതിയായിരുന്നു. അനക്കോണ്ടയില് നമ്മള് 5 പേരാണുള്ളത്. ഇവനുണ്ട്, പിന്നെ അവനുണ്ട്, പിന്നെ ഇബ്രോ ഉണ്ട്, പിന്നെ ആളുടെ ഗേൾഫ്രണ്ടും ഉണ്ട്, പിന്നെ ഞാനും. അങ്ങനെ 5 പേരാണ് ഉള്ളത് അനക്കോണ്ടയിൽ കേട്ടാ. ഓരോ ഗ്രൂപ്പിന് ഓരോ പേരുണ്ട്. നമ്മളും ആനക്കൊണ്ടയാണ്. പക്ഷെ ആനക്കൊണ്ട കാണുമെന്നുള്ളതാണ് എനിക്ക് അറിയാത്തത്. എന്റെ ആനക്കൊണ്ട ടീമെല്ലാം കേറിയിട്ടുണ്ട്. ഞാനിതാ കേറാൻ വേണ്ടി പോവാണ്. ഞാനാണ് ഇതിലെ മെയിൻ. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ്. അവിടെ 2 പേരും ഇവർ 2 പേരും, ഞാൻ ഒറ്റക്കാണ്. ഈ പുള്ളിക്കാരൻ ഇനി അവിടെ ഇരിക്കുന്നപ്പോ ബാക്കിലേക്ക് പോവില്ല, ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്ന തോന്നുന്നു. നമ്മളിതാ റെഡി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് കഴിയുന്ന സമയത്ത് അവരെല്ലാം വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. ഞാൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടൂല, കാരണം എനിക്ക് പേടിയാണ്. വെള്ളം ആഴം ഉണ്ടാവും, നല്ല ആഴം ഉണ്ടാവും. എനിക്ക് നീന്തണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര ടാസ്ക് ആയിരിക്കും. അയ്യോ, എൻ്റെ ക്യാമറയിൽ ചാർജ് കുറവാണല്ലോ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ചാർജ് ടാസ്ക്കാണ്. ഞാൻ ഭയങ്കര ടയേർഡായിട്ടാണ് ഉള്ളത്. രാവിലെ തന്നെ നേരത്തെ എണീച്ചതല്ലേ, ഉറക്കമൊന്നും ഇന്നലെ ശരിയായിട്ടില്ല. അതുകൊണ്ട് കഴുത്തെല്ലാം വേദന എടുക്കുന്നുണ്ട്. ഹാമോക്കിൽ കിടന്ന് ഉറങ്ങിയതിൻ്റെയാണ്. പക്ഷെ അടിപൊളിയാണ് ഇതുവഴി ഇങ്ങനെ പോകുന്നത്. ഇന്ന് എന്തൊക്കെ കാണുമെന്നറിയില്ല. ഞാനിങ്ങനെ കുറേ ദിവസമായിട്ട് ആമസോണിൽ വന്നപ്പോൾ തൊട്ട് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് ഓരോ സാധനങ്ങൾ കാണാനായിട്ട്. പക്ഷെ ഇതുവരെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. അപ്പുറത്ത് കൂടെ വേറെ ബോട്ട് പോകുന്നുണ്ടോ? അപ്പുറം ബാക്കിലൊരു ബോട്ട് കൂടെ വരുന്നുണ്ട്. വേറെ ബോട്ടിലൊക്കെ വേറെ ആൾക്കാരിങ്ങനെ ഇതുവഴി പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നോക്കി കേട്ടാ, അടിപൊളിയാണ് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പോകുന്നത് കാണാൻ. ആ ഒരു ഇത് വന്നിട്ട് ഇടുമ്പോൾ വേവ്സ് ഇങ്ങനെ കിടന്നടിക്കുന്നത്, നല്ല രീതിയിൽ കിടന്നടിക്കുന്നുണ്ട്. പോകുന്ന വഴി ഇതേ ഇവിടെ ഇങ്ങനെ ആ ഒരു പുള്ളിക്കാരൻ കണ്ടോ, ലോക്കൽ ആളായിരിക്കും. അവിടെ അങ്ങനെ മീൻ പിടിക്കുന്നതാണ് ആ കാണുന്നത്. മീനെന്തോ കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. എനിക്ക് മറ്റേ ആനക്കൊണ്ട മൂവിയൊക്കെ ഇല്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബോട്ടിൽ ഇങ്ങനെ പോയിട്ട് അതുവഴിയെല്ലാം നടന്ന് ഓരോന്ന് കണ്ട് ആ ഒരു ഫീലുണ്ട് ഇതുവഴിയെല്ലാം പോകുമ്പോൾ. പക്ഷെ ഇപ്പം എന്താ കാണാൻ പോണേന്നുള്ളതാണ്. ഇത്രയും പൈസയെല്ലാം ഞാൻ മുടക്കിയിട്ട് ആനക്കൊണ്ട കാണാൻ പറ്റിയില്ലെങ്കിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. ഇവിടെ ഒരു പ്രത്യേക തരം കുരങ്ങനെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്രൗൺ കളറിൽ, സാധാരണ നമ്മൾ കാണുന്ന ടൈപ്പ് കുരങ്ങനല്ല, കറുത്ത കളറിൽ. കാണുന്നുണ്ടോയെന്ന് തന്നെ എനിക്കറിയില്ല. അതിൻ്റെ മുകളിലാണ് അതുള്ളത്, നേരെ കാണാൻ പറ്റില്ല. അതിൻ്റെ ഇടയിലാണ്, അത് കാണുന്നില്ല. കണ്ട അതവിടെ പോയി. അതെ 3-4 എണ്ണം ഉണ്ട് കേട്ടോ. അയ്യോ, ദേ വരുന്നു, നോക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എൻ്റെ തലയിൽ കൂടെ ചാടല്ലേട്ടാ. തീർത്ത് തലയിൽ കൂടെ ചാടി എൻ്റെ നേരെ മേളില. നോക്ക്, എൻ്റെ നേരെ മേളിലാണ് നിൽക്കുന്നത്. കാണാൻ അടിപൊളി. അവിടെ നോക്ക്, ദേ അതിലെല്ലാം വന്ന് കേറുന്നുണ്ട് കേട്ടോ. നോക്ക്, അയ്യോ, അതെന്തോ ഫ്രൂട്ടെല്ലാം കഴിക്കാൻ വേണ്ടി വന്ന്. ബാഗിലെല്ലാം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് പോട്ടാ. നോക്ക്, കണ്ടാ, ദേ ഇറങ്ങി താഴത്തേക്ക് വരുന്നുണ്ട്. എൻ്റെ അമ്മോ, അതെന്തേലും കഴിക്കുമോ, എന്തെങ്കിലും ചെയ്യോ, അത് ആലോചിക്കുന്നു. പക്ഷെ എൻ്റെ ബാഗിൽ നിന്നെല്ലാം മേത്തെല്ലാം കയറിയിരിക്കുന്നു. മേത്തെല്ലാം കയറിയിരുന്ന് എന്തെങ്കിലും ചെയ്യോ, ഇപ്പോൾ എക്സൈറ്റഡ് ആയി. ചേടാ, അതേ കവറെല്ലാം പിടിച്ചിരിക്കുന്നു. എൻ്റെ ഒന്നുമില്ല കേട്ടോ, എൻ്റെ അടുത്തേക്ക് വരണ്ട. നോക്ക്, സീന് നോക്ക്. ഇങ്ങോട്ടായിരിക്കും, നേരെ എൻ്റെ മേത്തേക്കായിരിക്കും ഉറപ്പാ. അടിയിലെല്ലാം വന്നിരിക്കുന്നു സീൻ സാധനം. പക്ഷെ അത് കേറുന്നില്ല കേട്ടോ, അപ്പുറത്തേക്ക് തന്നെ പോയത്. അതിന് ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വന്നിട്ടുണ്ടാവും. നോക്ക്, അങ്ങോട്ട് പോയി. പക്ഷെ അത് തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് വാ അതേ. ഓ നോക്ക്, അടിപൊളി കേട്ടാ. ഒരു നല്ല രസമുണ്ട്, കുഷനിങ് പോലെ ഇരിക്കുന്ന ഒരു കുരങ്ങനാണ്. കണ്ടാ,
എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കൊറേ ബനാന കൊണ്ടുവന്നിട്ടുണ്ടായി. ഇപ്പൊ നോക്ക് അത് മൊത്തം അതെടുത്ത് കണ്ടോ എന്റെ ബനാന. എനിക്ക് തായോ നോക്കി എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല. Give me one banana. Give the bananas away maybe a little bit. Yeah. Let's go. Let's go. ഇതൊക്കെ അടിപൊളി. നോക്ക് എന്റെ ബനാന ഉണ്ടായത് നന്നായി, അല്ലെങ്കിൽ ഇത് ഇവിടെ വന്നിരിക്കൂലാട്ടാ. എന്റെ ഉള്ളത് കൊണ്ട് മാത്രം ഇത് ഇവിടെ വന്നിരുന്നത്. അടിപൊളി അടിപൊളി. One more? Yeah, for you only, for you. Take it. Steal the banana. Yeah, take. Steal the banana. Steal the banana. Okay. I'll give you in a backpack. എന്റെ മടിയിലല്ല വന്നിരിക്കുന്നത്. ബനാന കൊടുത്തോണ്ട് മാത്രം കേട്ടോ. നല്ല സെറ്റ്. Take photo. Don't go. Talk. Die hat so viel Banane gegessen. Talk. കണ്ട ഞാൻ ബനാന വാങ്ങി നന്നായില്ലേ? More bananas? No. Did you get one? No. Yeah, okay. No bananas. അവിടെ നോക്കി നമുക്ക് സ്ലോത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. കണ്ട അത്ര സൂം ചെയ്താൽ അത് പയ്യെ എങ്ങനെ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റുന്നേ. വീഡിയോയിൽ അങ്ങനെ പ്രോപ്പറായിട്ട് കാണാനൊന്നും പറ്റൂലേ. കണ്ടോ അതിങ്ങനെ പയ്യെ മൂവ് ചെയ്യുന്ന കണ്ട. നിങ്ങൾക്ക് കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇലകളുടെ ഇടയിൽ ഇങ്ങനെ പയ്യെ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുളിർത്ത ഇല ഉണ്ടല്ലോ, ആ ഇലയാണ് ആ സ്ലോത്ത് തിന്നുന്നത്. അതിങ്ങനെ വളരെ പയ്യെ മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്ത അതവിടെ ഉള്ളത്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം. എനിക്ക് ഇതിൽ കൂടുതൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പം തന്നെ ഒരുപാട് സൂം ചെയ്തിട്ട് ക്ലാരിറ്റി ഉണ്ടാവില്ല. കണ്ടോ സൂക്ഷിച്ച് നോക്കിയവർക്ക് കാണാൻ പറ്റും. എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഇവിടെ വന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ കണ്ടിട്ട് അത് ഞാൻ എൻ്റെ വീഡിയോയിൽ എടുത്ത് നിങ്ങളെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് ഈസി ആയിട്ട് കാണാൻ പറ്റും, പക്ഷെ സൂം ചെയ്തെല്ലാം ഓരോന്ന് മുകളിൽ പോയി കാണുന്നത്. കാരണം ആമസോൺ ഫോറസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ കൊടും കാട് ഇങ്ങനെ കിടക്കുകയാണ്. അതിൽ നമ്മൾ തപ്പി പിടിച്ച് പോയി കണ്ടുപിടിച്ചിട്ട് വേണം കാണാനായിട്ട്. ഇപ്പം എല്ലാ ദിവസവും എല്ലാം കാണണം എന്നില്ല. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ അതുപോലെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇത് മുകളിലെ നോക്കി ഞാൻ എത്ര ടയർഡായിട്ടുള്ള ഉറക്കമൊന്നും ഇല്ലാണ്ട് ഇത്രയും ദിവസം ബോട്ടിലും ആകെ വെയിലും ചൂടും, ഇപ്പോഴും വെയിലും ചൂടും എല്ലാം കൂടെ ആയിട്ട്. അവിടെ എല്ലാം കുറേ ഡോൾഫിൻ എല്ലാം കാണുന്നുണ്ട്. അതിങ്ങനെ ചാടി ചാടി പോകുന്നതുകൊണ്ട് വീഡിയോയിൽ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വേണ്ടവർക്ക് വേണമെങ്കിൽ സ്വിം ചെയ്യാൻ പറ്റും. എന്താ അവിടെയൊക്കെ ഉണ്ട് പറയുന്നുണ്ട്. എനിക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല. കണ്ണിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കുക. കുറേ കിളികൾ വട്ടിട്ട് പറക്കുന്നു. ഇവിടെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടാണുള്ളത്. നല്ല ആഴമുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടവർക്ക് നീന്താൻ, എനിക്ക് തോന്നുന്നു ഇവരെല്ലാവരും നീന്താൻ വേണ്ടി പോവാണ്. ഞാൻ മാത്രം ഇതിലിരിക്കും. ഇവര് ചാടും ഇതാവുമല്ലോ എന്ന് ആലോചിക്കുന്നു. You guys going to swim? When the dolphin is coming to our boat? No. Forget about the dolphin. I just want to Dolphin will be there, just there. get down from the speed. അയ്യോ ഇവരെല്ലാരും ചാടാൻ പോവാന്ന് തോന്നുന്നു. ഞാൻ ചാടണില്ല. ബോട്ട് ഇതാ ഫ്രീ ആയിട്ടുണ്ട്. ഞാനും ആള് മാത്രം ഇരിക്കുന്നു. ബാക്കി 4 പേരുണ്ടായിരുന്നു. ആനക്കൊണ്ട ടീമില് 4 പേർക്കും നല്ല പോലെ നീന്താൻ അറിയാം. എനിക്ക് മാത്രം അറിയൂല. അതുകൊണ്ട് ഞാൻ മാത്രം ഇരിക്കുന്നു. ആ ബോട്ടിൽ ആകെ ഒരാളാ ചാടിയത്. എനിക്ക് ബാക്കിയുള്ളവർ എന്നെ പോലെ അനക്കൊണ്ട ടീമില് 4 പേര് ചാടി, ഞാൻ മാത്രം ചാടിയില്ല. പക്ഷേ എനിക്കും കൂടെ ചാടാനോ പറ്റരുത്. ഇവിടെ ഭയങ്കര ഡീപ്പാണ്. അങ്ങനെ നല്ലപോലെ സ്വിമ്മിങ് അറിയാത്തവർക്ക് ചാടാൻ പറ്റില്ല. ആള് പറയും കൂടെ ചെയ്ത് നല്ലപോലെ ചാടാനും നീന്താനൊക്കെ അറിയുകയാണെങ്കിൽ മാത്രം ചാടിയാൽ മതിയെന്ന്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്. എനിക്ക് ഇറങ്ങണം എന്ന് ഭയങ്കര രീതിയിൽ ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ലൈഫ് ജാക്കറ്റ് എങ്കിലും ഉണ്ടായിരുന്ന ട്രൈ എങ്കിലും നടത്തായിരുന്നു. അവർ രണ്ടുപേരും ഇവിടെ കയറിയിട്ടുണ്ട്. ബാക്കിൽ നോക്ക് നല്ലൊരു റെയിൻബോ എല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് ചെറിയ റെയിൻബോ. സാധാരണ നല്ല വലിയ റെയിൻബോ ആയിരിക്കും ഉണ്ടാവില്ല. എല്ലാവരും ചാടി ഉത്സാഹിച്ച് മറിഞ്ഞിരിക്കുന്നു. ഞാൻ മാത്രം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നു. എൻ്റെ പേടി മാറിയിരുന്നെങ്കിൽ, പക്ഷെ ചെറിയ രീതിയിലൊന്നും അറിയില്ല. നല്ലപോലെ അറിയെങ്കിൽ ചാടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല പിന്നെ ട്രൈ പോലെ നടത്താൻ. വാവ്, നല്ല അടിപൊളി സൺസെറ്റാണ് ആവാൻ പോകുന്നത്. ഇപ്പം ടൈം ഒരു 5 മണി ആവുന്നുള്ളൂ. പക്ഷെ അപ്പോഴേക്കും സണ്ണെല്ലാം ചേഞ്ചായി. ഓരോ സ്ഥലത്തെയും ഓരോ സൺസെറ്റും വെതറിനനുസരിച്ച് ചേഞ്ച് ആവാറുണ്ട്.
നേരത്തെ ആവാറുണ്ട്, ലേറ്റ് ആവാറുണ്ട്. ഇവരെല്ലാവരും വെള്ളത്തിലെല്ലാം ഇറങ്ങി സെറ്റായിട്ടുള്ളത്. അടിപൊളി. കുറേ ഡോൾഫിനെല്ലാം കണ്ട്, പക്ഷെ അത് വീഡിയോ എടുക്കാൻ ഇങ്ങനെ പറ്റില്ല, കാരണം അതിങ്ങനെ ചാടി ചാടി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ കണ്ട് ആസ്വദിച്ചു. ഇവിടുത്തെ ഇനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാണെന്ന് തോന്നുന്നുണ്ട്. കണ്ടോ, റെയിൻബോ എല്ലാം സാധാരണ ഫുൾ ഉണ്ടാകുന്ന റെയിൻബോ ഇന്ന് കറക്റ്റ് എനിക്ക് കാണാൻ പറ്റുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ളൂ. ഇവിടെ ഇഗ്വാനെ കാണാനുണ്ട് എന്നാണ് പറയുന്നത്, പക്ഷെ ഇത് എവിടെയാണെന്ന് എനിക്ക് കാണുന്നില്ല. ഒരേ കളറാണ് മണ്ണിൻ്റെത്, അതുകൊണ്ട് മനസ്സിലാവുന്നില്ല. അവിടുന്ന് മണ്ണ് ഇങ്ങനെ ഇളക്കി ഇളക്കി വീഴുന്ന് കാണുന്നുണ്ട്, അത് മാത്രമേ കാണാനുള്ളൂ. അതൊന്തേ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. നമ്മൾ സൂക്ഷിച്ചെല്ലാം നോക്കിയിട്ട് കാണണം കണ്ണുകൊണ്ട്. അതിനിടയിൽ ക്യാമറയിൽ അത് പതിപ്പിക്കൽ ഈസി അല്ല. ശരിക്കും ആമസോണിലെല്ലാം ഒരു 3 മാസം വന്ന് നിൽക്കണം. 9 രാജ്യങ്ങളിലുണ്ട് ആമസോൺ ഫോറസ്റ്റ്. അപ്പോൾ 9 രാജ്യങ്ങളിലും ഓരോ രാജ്യത്തും ഒരു 3 മാസം വെച്ച് നിൽക്കാം. അപ്പോൾ കുറേയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നിൽക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, മൊത്തം ഇൻ്റർനെറ്റ് ഇല്ല, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇവിടെ നോക്ക്, ആ ഒരു റെയിൻബോ ഉണ്ടോ, പകുതി ഇവിടെ കട്ടായിട്ട് പകുതി അവിടെ കട്ടായിട്ട് അങ്ങനെ അതിങ്ങനെ ക്ലൗഡ്സ് മറിക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് നേരം പോലെ കാണായിരുന്നു. കണ്ടോ, വലുതും ചെറുതും എല്ലാം ആയിട്ട്. പക്ഷെ ബ്യൂട്ടിഫുൾ സൺസെറ്റ് എല്ലാമാണ്, ഭയങ്കര അടിപൊളിയാണ്. നല്ല റിലാക്സ് ചെയ്ത് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ഡോൾഫിനെല്ലാം ചാടുന്ന കാണാൻ പറ്റും, കിളികളുടെ സൗണ്ട്, നല്ല ബ്യൂട്ടിഫുൾ സ്കൈയും സൺസെറ്റും. അയ്യോ, എന്ത് സമാധാനം എന്നറിയോ. ലൈഫ് എത്ര അടിപൊളിയാണെന്ന് തോന്നുന്ന ഓരോ നിമിഷങ്ങളാണിത്. നെറ്റ്വർക്ക് ഒന്നും ഇല്ലാണ്ട്, ഈ ലോകത്തിനോടായിട്ട് ഒരു ബന്ധമില്ലാതെ, ഭൂമിയിൽ കുറേ അത്ഭുതങ്ങൾ ആമസോണിൽ ഇങ്ങനെ ഞാൻ ഡിസോൾവ് ആയി അലിഞ്ഞു ചേർന്ന് എത്ര സമാധാനത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ളൊരു ഫീല്, അതെല്ലാം അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. വീട്ടിൽ ഒരേ ജോലിയും ചെയ്ത് ഒരു പണിക്ക് പോവുക, തിരിച്ചു വരിക, പൈസ ഉണ്ടാക്കുക, ജീവിക്കാൻ മറക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ എനിക്ക് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. ഇപ്പം എല്ലാവരും പറയും പൈസ ഉള്ളവർക്ക് എന്തോ ആവാം. ഞാൻ പൈസ ഉണ്ടായിട്ടാണോ പോകുന്നത്? ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കുറച്ച് പൈസ കിട്ടുമ്പോൾ ഫുഡെല്ലാം കുറച്ച് കഴിച്ച് ഓരോന്ന് കഴിച്ച് അത്രയും പിശുക്കി ടെൻ്റ് അടിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടാണ് എനിക്കിതൊക്കെ ആസ്വദിക്കാനും ഇതൊക്കെ കാണാനും പറ്റിയത്. അല്ലേ? നിങ്ങളിൻ്റെ അടുത്ത് എന്നെ കുറ്റം പറയും, ഞാൻ പിശുക്കിയിട്ടാണ് ഇതാക്കുക. യെസ്, ഞാൻ ആ പിശുക്കിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ആമസോൺ ഫോറസ്റ്റിൽ ഇരിക്കാൻ പറ്റിയത്. 51ാമത്തെ രാജ്യമായിട്ടുള്ള പെറുവിലിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റിയത്. അല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുമോ? അതാണ്, അത്ര അടിപൊളിയാണ് ഈ ലോകം. ഇതെല്ലാം കാണാണ്ട് ചത്തുപോയ വലിയ രസമൊന്നും ഉണ്ടാവും. നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് നടക്കാൻ പോവാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഇപ്പോൾ തന്നെ പോവാം. ഈ ഒരു ലൈറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് പോകുന്ന സമയത്ത് കാട്ടിൽ നടക്കാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പാമ്പ് കണ്ടത് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ട്. സാധാരണ എല്ലാ ഷൂ ഇത്രയുണ്ട്, പക്ഷേ എനിക്കിത് ഓക്കെ ഒന്നല്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റിയതാണ്. അതിൽ റോസ് കളറാണുള്ളത്, ബ്ലാക്ക് കളറിൽ ഇത്രയും നീളമുണ്ട്. പക്ഷേ ഇത് കുറച്ച് ടൈറ്റ് കുറച്ച് ലൂസ് അങ്ങനത്തെ ഒരു സാധനമാണിത്. ബാക്കിയൊന്നും എനിക്ക് കറക്റ്റ് ഫിറ്റ് ആവുന്നില്ല. ഓരോരുത്തർ ഫിറ്റ് ആവുന്നത് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൈസിന് നോക്കിയിട്ട്. ഇത് ഇട്ടില്ലെങ്കിൽ കാലിലെല്ലാം പാമ്പ് അടിച്ച് ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെന്തായാലും ഇട്ടിട്ടാണ് അവർ നമ്മളെ കൊണ്ടുപോകുള്ളൂ. നമ്മളിതവിടെ നടന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ 2 പേരുടെ കയ്യിൽ ലൈറ്റൊന്നുമില്ല. എൻ്റെ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡീപ്പ് ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ നമ്മൾ രാത്രി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഏതോ എന്താ പറയുക, എവിടേക്കോ വീഡിയോയിലെല്ലാം കണ്ട് ഡിസ്കവറി ചാനലിലെല്ലാം കണ്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകാനായിട്ട് അടിപൊളി. ഇതിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇലകളും ചീവീടും പല പ്രാണികളൊക്കെ, പാമ്പൊക്കെ ഉണ്ടാവും. പാമ്പൊക്കെ ചിലപ്പോൾ നമ്മുടെ കാലിൽ കൂടെ പോകുന്നുണ്ടാവും. വാവ്, അടിപൊളി, നല്ല രസമുണ്ട്. ഇതുവഴി ഇങ്ങനെ ആ എക്സൈറ്റ്മെൻറ്റും വെച്ചിട്ട് ഇങ്ങനെ നടന്നു പോകാൻ. എന്തൊക്കെ കാണുന്ന അറിയില്ല. ഓരോ ദിവസം ഓരോ ജീവികളായിരിക്കും കാണുന്നത്. ഇന്നെന്താ കാണുകയെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ഇവരുടെ അടുത്ത് ആരും ലൈറ്റ് വാങ്ങാൻ പറഞ്ഞില്ല. എൻ്റെ അടുത്ത് എന്തായാലും മേടിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. എന്താ എന്താന്ന് പറയുന്നില്ല. ജാഗ്വാർ എന്തൊക്കെ ഉണ്ടാവുന്ന പോണ വഴിക്ക് തന്നെ കണ്ടറിയാം. നോക്ക്, കാണുന്നുണ്ടാ? എന്താ കാണുന്നത്? ഇത് നോക്ക്, ഏറ്റവും വലിയ സ്പൈഡർ 8 കാലിയാണ് കാണാൻ പറ്റുന്നത്. അതിങ്ങനെ അതിൽ മൂവ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ്, അതെ ഓടി പോകുന്നുണ്ട്.
ഇവിടെ നോക്ക്, വേറെ ഏതൊരു ടൈപ്പ് കണ്ണൊക്കെ ആയിട്ടുള്ള തിളങ്ങുന്ന ഒരു വലിയൊരു തവളേനെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് എഡിബിൾ? കഴിക്കാൻ പറ്റുമോന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുവഴി ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല രസമാണ്. ഈ ഇലകളുടെ ഒക്കെ സൗണ്ട് ഇങ്ങനെ കേട്ട് കേട്ട് ആ ക്യൂരിയോസിറ്റി ഇങ്ങനെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഭാഗ്യം പോലെ ഇരിക്കും നമ്മൾ എന്താണ് കാണുന്നത് എന്നുള്ളത്. ഇപ്പം ഇത്ര നേരമായിട്ട് ആ എട്ടുകാലിയും തവളയൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വലിയ അനക്കൊണ്ട കാണണം, അത് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആമസോൺ ഫോറസ്റ്റിലേക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. പക്ഷെ എന്താ കാണാൻ പോകുന്നതെന്ന് അറിയില്ല. ഓ, താഴത്തേക്ക് നോക്കി നോക്കി നടക്കുക ഞാൻ. നമ്മളിത് അവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു സ്പെഗറ്റി, ഒരു വെജിൻ്റെ അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വേറെ എക്സ്ട്രാ ഒന്നുമില്ല, അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. പക്ഷെ ഒടുക്കത്തെ വിശപ്പാണ്. കുറേ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലഞ്ഞു തിരിഞ്ഞ്, അതുകൊണ്ട് തന്നെ നല്ല വിശക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കിടക്കാൻ വേണ്ടി പോവാണ്. ഞാൻ കിടന്നു. ഫോണാകെ നമുക്ക് 2 മണിക്കൂർ ഇപ്പോൾ ചാർജ് ചെയ്യാൻ പറ്റും. അതവർക്ക് സോളാറിൽ കിട്ടുന്നതാണ്, അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല. ആനെക്കൊണ്ടൊന്നും കാണാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞാനിങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. നാളെ വല്ലതും കാണും എന്നുള്ള പ്രതീക്ഷയിൽ. ഇനി അടുത്ത എപ്പിസോഡെല്ലാം കണ്ടിന്യൂസ് ആയി കാണുമ്പോൾ അറിയാം എന്താ കാണുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.